അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്ന സിനിമാ ചിത്രീകരണത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. ചിത്രീകരണം രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് കമ്മീഷൻ. സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഈ സിനിമാ ചിത്രീകരണവും അതിനുശേഷമുള്ള കമ്മീഷന്റെ ഇടപെടലുകളും എന്തൊക്കെയാണ് അതിന്റെ സമഗ്ര വിവരങ്ങൾ? ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഈ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ചിത്രീകരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഇവിടെ ചിത്രീകരണം തുടങ്ങിയത്. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ഒക്കെയായിരുന്നു ചിത്രീകരണം എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. അഭിനേതാക്കൾ ഉൾപ്പെടെ 50ഓളം പേർ അത്യാഹിത വിഭാഗത്തിൽ ഈ സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടയിലും സിനിമാ ചിത്രീകരണം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. പരിമിതമായ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്, അത്യാഹിത വിഭാഗത്തിലുള്ളത്. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി എത്തിയ ആൾക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് പോലും പ്രവേശിക്കാൻ തടസ്സം നേരിട്ടു എന്നൊക്കെ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന കവാടത്തിലൂടെ അടക്കം ആരെയും കടത്തിവിട്ടില്ല. ഈ ചിത്രീകരണ സമയത്ത് നിശ്ചിതത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ഒക്കെ നിർദ്ദേശിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായി എന്നുള്ളതാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളടക്കം വാർത്ത വന്ന സാഹചര്യത്തിൽ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഈ സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവരോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവരോട് ഒരാഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം സമർപ്പിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് അവിടെ ഈ താലൂക്ക് ആശുപത്രിയിലെ അധികൃതർ മാത്രം വിചാരിച്ച് നടന്നതാണോ? ആജിംഷാദ്, വിശദമായ അന്വേഷണത്തിലാണ് ഇത് പുറത്തു വരേണ്ടത്. ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഷൂട്ടിംഗ് നടന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാഹിത വിഭാഗത്തിൽ ഇത്രയധികം സിനിമാ ക്രൂ അവിടെ പ്രവേശിക്കുകയും രോഗികൾക്കടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തതിന് കാരണക്കാർ ആരാണ് എന്നുള്ളത് തന്നെയാണ് പരിശോധനാ വിഷയമാക്കേണ്ടത്. ഇത് ബന്ധപ്പെട്ടവർ എന്നുള്ള നിലയ്ക്കാണ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറോടും അങ്കമാലി താലൂക്ക്. തീർച്ചയായും, കാരണം ഉമേഷ്, ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ കണ്ണാടിക്കൂടെന്നാണ് പണ്ട് പറയാറുള്ളത്. കാരണം അത്രയേറെ കെയറാണ് അവിടെ കൊടുക്കുന്നത്. ആ പേര് പോലും അപ്രസക്തമാക്കുന്ന രീതിയിലാണ് അധികൃതർ ആ കാര്യത്തിൽ നടത്തിയ അലംഭാവം. മനുഷ്യാവകാശ കമ്മീഷന്റെ ശക്തമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. 7 പേർക്കാണോ അപ്പോൾ വിശദീകരണത്തിനായി നോട്ടീസ് നൽകിയിരിക്കുന്നത്? അല്ല, അത് 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. നിലവിൽ എറണാകുളം DMO, എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറോടും അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് വിശദീകരണം അവരോടാണ് ചോദിച്ചിരിക്കുന്നത്. അവരാണ് ഒരാഴ്ചക്കകം ഏത് സാഹചര്യത്തിലാണ് ഇതിന് അനുമതി നൽകിയത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെയാണോ ഇവർ ഇത്തരത്തിൽ ചിത്രീകരിച്ചത്. സ്വാഭാവികമായും ബന്ധപ്പെട്ടവരുടെ അനുമതി അവർ നേടിയിട്ടുണ്ടായിരിക്കാം. ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇങ്ങനെ ഒരു കാര്യത്തിന് അങ്ങനെ ഒരു അനുമതി നൽകില്ല, പ്രത്യേകിച്ച് ICUവിൽ. അതെ, അതുമായി ബന്ധപ്പെട്ടാണ് അത്. ഈ വിശദീകരണം വരുന്ന മുറയ്ക്ക് മാത്രമേ അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇനി അവരുടെ മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.